السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദ് ഫീ ഹദി ഖൈറുൽ ഇബാദ് എന്ന കിതാബിന്റെ മുഖ്തസർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇഖ്തിസാർ ചെയ്ത കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറഞ്ഞുകൊണ്ട് ഓരോ മേഖലയിലുമുള്ള ഹദീകൾ, മാതൃകകളാണ് കിതാബിലൂടെ പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളിലുള്ള മാതൃക അല്ലെങ്കിൽ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു എന്നതിനെ പറ്റി പറയുന്നിടത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതും ഇഹ്റാം ചെയ്തതും മക്കയിലെത്തിയതും ഏത് തരത്തിലുള്ള ഹജ്ജിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം നിർവഹിച്ചത്, ഇഫ്റാദാണോ അതുപോലെ ഖിറാനാണോ അല്ല തമത്തുആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തി മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ച രീതി, അവിടെ തവാഫ് നിർവഹിച്ച രീതി എന്നീ കാര്യങ്ങൾ പറയുന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. അവസാനം നമ്മൾ വായിച്ച വാചകം فلما فرغ صلى الله عليه وسلم من طوافه جاء إلى خلف المقام فقرأ واتخذوا من مقام إبراهيم مصلى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിലേക്ക് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത് വത്തഖദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലേക്ക് പോയി എന്നതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അതിനുശേഷം പറഞ്ഞു فصلى ركعتين والمقام بينه وبين البيت. ആ മഖാം ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കഅബയുടെയും ഇടയിലായി നിൽക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇത് നമ്മൾ നിർവഹിക്കുമ്പോഴുള്ള സുന്നത്തായ കാര്യമാണ്. തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതുകൂടി വിശാലമായിട്ടുള്ള കാര്യമാണ്. ഇനി അതിന് അവിടെ സ്ഥലമില്ല, തിരക്കോ മറ്റോ ആണെങ്കിൽ ഏത് ഭാഗത്ത് നിന്നും നിസ്കരിക്കാം. മഖാമിന്റെ ഭാഗത്താവട്ടെ, ഇനി മസ്ജിദുൽ ഹറമിന്റെ കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിലോ 2ാമത്തെ നിലയിലോ ഏത് നിലയിലാവട്ടെ അതെല്ലാം ജായിസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 2 റക്അത്ത് നിസ്കാരത്തിൽ 2 സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്തത്. സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ 2 സൂറത്തുകൾ ഉദ്ദേശിച്ച എന്താണ്? ഒന്ന് സൂറത്തുൽ കാഫിറൂൻ, 2 സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ കാഫിറൂനെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലും പറയാറുണ്ട്. എന്ന അർത്ഥത്തിൽ തൗഹീദിന്റെ 2 ഭാഗങ്ങളെ പരാമർശിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. وقراءته الآية بيان منه المراد منها لله تعالى بفعله. ആ ആയത്ത് പാരായണം ചെയ്തത് എന്നുള്ള ആയത്ത് പാരായണം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞ ആ വാക്കിനെ പ്രാവർത്തികമായി ചെയ്യുന്നു എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ആയത്ത് പാരായണം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് തവാഫിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്ത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അത് കഅബയോട് അടുത്തിട്ടുള്ള സ്ഥലത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് തവാഫിന് ആളുകൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നതിന് തടസ്സവും ബുദ്ധിമുട്ടൊക്കെ ആയപ്പോ അതൊന്നുകൂടി പിൻഭാഗത്തേക്കാക്കി ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് വെച്ചു. അത് ഒന്നുകൂടി പിന്നിലേക്കാക്കാൻ മഖാമിന്റെ പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെയോ അല്ലെങ്കിൽ ഏത് രാജാവിന്റെ കാലത്ത് ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ പണ്ഡിതന്മാർ അത് അവിടെ തന്നെ വെച്ചാൽ മതി, അത് പ്രത്യേകം ഒരു മറ കെട്ടിയാൽ മതി എന്ന് നിനക്ക് പറഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു മറക്കകത്തായിക്കൊണ്ട്, മറ എന്ന് പറഞ്ഞാൽ ഒരു കവറിൽ കണ്ടിട്ടാവുന്നത്, അതിനകത്തായിക്കൊണ്ട് മഖാം ഇബ്രാഹിം ആക്കിയിട്ടുള്ളത്. فلما فرغ من صلاة
സ്വലാത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം കഴിഞ്ഞാൽ തവാഫിന് ശേഷം ഒരു 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ അഖ്ബല അലൽ ഹജരി ഫസ്തലമഹു വീണ്ടും ഹജറുൽ അസ്വദിന്റെ അടുത്ത് വരികയും ഹജറുൽ അസ്വദിനെ ഒന്ന് സ്പർശിക്കാറുമുണ്ട്. ഇന്ന കാലത്ത് തിരക്കാണെങ്കിൽ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തവാഫ് നടക്കുകയാണെങ്കിൽ മഖാം ഇബ്രാഹിം നിസ്കരിച്ച് പിന്നെ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഈ തവാഫിനെതിരെ കുറച്ചാണ് നടക്കണം. അത് തിരക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ثم خرج الى الصفا من الباب الذي يقابله പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് പുറപ്പെട്ടു. ആ കഅബയുടെ ഭാഗത്ത് നിന്ന് മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു പോയാൽ ഏത് കവാടമാണോ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സഫയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ആ ഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് പ്രവേശിച്ചു. ഫലമ്മാ ജനാ മിൻഹു ഖറഅ ആ സഫയുടെ ഭാഗത്തേക്ക് അടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما إن الصفا والمروة من شعائر الله സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ അടയാളങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് സഫ എന്ന് പറഞ്ഞാൽ? സഫ എന്നത് ജബൽ അബീ ഖുബൈസിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ ഭാഗമാണിത് സഫ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജബൽ അബീ ഖുബൈസിന്റെ ഭാഗമാണ്. മർവ എന്ന് പറഞ്ഞാൽ ജബലു ഉഐഖിആൻ എന്ന ജബലിന്റെ ഉയർന്ന ഭാഗമാണ് മർവ എന്ന് പറയുന്ന പ്രദേശം. ഈ സഫയുടെയും മർവയുടെയും ഇടയിൽ സഫയിൽ നിന്ന് മർവയിലേക്കും അവിടെ അങ്ങോട്ടും അവസാനം മർവയിൽ അവസാനിക്കുന്ന രീതിയിൽ 7 തവണ നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സഅയ് എന്ന് പറയുന്നത്. ഉംറയുടെ കർമ്മങ്ങളിൽപ്പെട്ട ഹജ്ജ് നിർവഹിക്കുമ്പോൾ ചെയ്യുന്ന സഅയ് എന്ന് പറയുന്നത് അതിനാണ്. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് സഅയ് ചെയ്യാൻ ആരംഭിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് ഈ ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ആയത്തിന്റെ തുടർച്ച എന്താണ്? ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ആരാണോ ഹജ്ജ് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നത് ഫലാ ജുനാഹ അലൈഹി അവരുടെ മേലെ കുറ്റമില്ല, ഒരു കുഴപ്പമില്ല, അയ്യത്തൗഫ ബിഹിമാ അതിനെ തവാഫ് ചെയ്യുന്നത് കൊണ്ട് അഥവാ സഅയ് ചെയ്യുന്നത് കൊണ്ട്. ഇവിടെ ആയത്തിൽ എന്തുകൊണ്ടാണ് ഒരു കുഴപ്പവുമില്ല എന്ന് പറയാനുള്ള കാരണം? അതിന് പിന്നിൽ ഒരു എത്ര പശ്ചാത്തലമുണ്ട്. അതായത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉംറയും ഹജ്ജും എല്ലാം നിർവഹിക്കാറുണ്ട്. പക്ഷെ മുശ്രിക്കീങ്ങൾ ഉംറയും ഹജ്ജും നിർവഹിക്കുമ്പോൾ സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്താറുണ്ട്. സഫയുടെ ഭാഗത്ത് അന്ന് അവരുടെ ഇലാഹിന്റെ അവർ ആരാധിച്ചിരുന്ന ഒരു ഇലാഹിന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. ഇസാഫ് എന്ന പേരുള്ള ഒരു വിഗ്രഹം. അതുപോലെ മർവയുടെ മേലെ മറ്റൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, നാഇല എന്ന പേരുള്ള ഒരു വിഗ്രഹം. അതേസമയം മദീനയിൽ നിന്ന് മറ്റും ഹജ്ജ് നിർവഹിക്കാൻ വരുന്ന ആളുകൾ അവർ ഹജ്ജ് നിർവഹിക്കാറുള്ളത് മനാത്ത് എന്ന ഇലാഹിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സഅയ് ചെയ്യുമ്പോൾ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? സഫയുടെ മേലെത്തി ഇസാഫിനെ അങ്ങനെ തൊടും. അതുപോലെ തന്നെ മർവയുടെ മുകളിലെത്തിയാൽ നായിലയുടെ വിഗ്രഹത്തിനൊന്ന് തൊടും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ മദീനയിൽ വന്ന് മനാത്തിന് വേണ്ടി മദീനയിൽ നിന്ന് വന്ന് മനാത്തിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്ന ആളുകളൊക്കെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യാറില്ല? തവാഫ് മാത്രമേ ചെയ്യുള്ളൂ, സഅയ് ചെയ്യില്ല. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആരാധിക്കുന്ന ആരെയാണ്? മനാത്തിനെയാണ്. അപ്പൊ ഈ ഇസാഫിനെയും നായിനെയും ഒന്ന് ആചരണം പോയി സ്പർശിക്കാൻ ആർക്കും ഇഷ്ടാവൂല, മനാത്തിന് ഇഷ്ടാവൂല. അതുകൊണ്ട് ഞങ്ങളുടെ ഹജ്ജിന് എന്ത് മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉംറയ്ക്ക് എന്ത് മതി, തവാഫ് മാത്രം മതി എന്ന് അവർ ഒഴിവാക്കാറുണ്ട്. അപ്പൊ ഇസ്ലാം വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളിൽ ചിലർക്ക് ഒരു ശക്തിയുണ്ടായി. അവർ തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യുന്ന സമയത്ത് അവരുടെ വിഗ്രഹങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സഅയ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചില ആളുകൾക്ക് സംശയം, അവിടെ ഇസാഫും നായിലൊക്കെ ഉണ്ടായിരുന്നല്ലേ, മുശ്രിക്കുകൾ ചെയ്തിരുന്നല്ലേ, അതുപോലെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം. അതുപോലെ തന്നെ അവർ ചിലർ വിചാരിച്ചു മദീനത്ത് മനാത്തിന് വേണ്ടി ചെയ്ത ആളുകൾ ഇവിടെ ചെയ്യാറില്ല, സഅയ് ചെയ്യാറില്ല. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന നിലക്ക് ചില ആളുകൾ അതിന് പിന്തി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. തവാഫ് ചെയ്യുന്നത് കൊണ്ട് എന്തില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ഇറങ്ങാനുള്ള കാരണം അതാണ്. സഅയ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ആയത്ത് ബാലമായി നോക്കിക്കഴിഞ്ഞാൽ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നിലക്കാണ് തോന്നുക. ആയിഷയോട് ചോദിക്കുന്നുണ്ട്, ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ആയിഷയോട് ചോദിക്കുന്നത്, അപ്പൊ സഅയ് നിർബന്ധമല്ല അല്ലെ
വേണമെങ്കിൽ ചെയ്താൽ മതിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് അറിഞ്ഞാലുള്ള കാരണവും സന്ദർഭവും എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ സഫാ മർവയിലുള്ള സഅയിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ഭൂരിഭാഗവും എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ സഅയി എന്ന് പറഞ്ഞത് എന്താണ്? ഹാജർ അലൈഹിസ്സലാം വെള്ളത്തിന് വേണ്ടി സഫയിൽ നിന്ന് മറവയിലേക്കും മറവയിൽ നിന്ന് സഫയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിന്റെ ഓർമ്മയായിട്ട് അല്ലാഹു തആല സംസം നൽകാനുള്ള കാരണം, അതുപോലെ അല്ലാഹുവിന്റെ സഹായം, അതിനൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സഅയി നിർവഹിക്കുന്നത്. അപ്പോ ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫയിലേക്ക് കയറാറുള്ളത്. എന്നിട്ട് അതോടൊപ്പം പറയാറുണ്ടായിരുന്നു അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അബ്ദഉ ഞാൻ ആരംഭിക്കുന്നു ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹു എന്തുകൊണ്ടാണ് ആരംഭിച്ചത് അതുകൊണ്ട്. വേറെ റിവായത്തിൽ കാണാം ഇബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹു എന്തുകൊണ്ടാണോ ആരംഭിച്ചത് അതുകൊണ്ട് നിങ്ങളും ആരംഭിക്കുക എന്ന് പറഞ്ഞത് കാണാം. എന്താണ് ഉദ്ദേശം? അല്ലാഹു തആല ഖുർആനിലെ ആയത്തിൽ ആദ്യം പറഞ്ഞാൽ സഫയാണോ മർവയാണോ? ഇന്ന സഫ വൽ മർവത. അതുകൊണ്ട് ഞാൻ ആദ്യം അല്ലാഹു ആരംഭിച്ചതുപോലെ സഫയിൽ നിന്നാണ് സഅയി ആരംഭിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറയാറുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ തവാഫ് കഴിഞ്ഞു, മഖാം ഇബ്രാഹിമിന്റെ നമസ്കാരം കഴിഞ്ഞു, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅയിന് വേണ്ടി പോയി. വലിന്നസായി യുബ്ദഉ അലൽ അംർ, നസായിയുടെ റിവായത്തിൽ യുബ്ദഉ നിങ്ങൾ ആരംഭിക്കുക എന്ന രീതിയിൽ കാണാം. ثم بقي عليه حتى رأى البيت. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മുകളിലേക്ക് കയറുകയും ആ സഫയുടെ മുകൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഒന്നുകൂടെ ചോദിച്ചവർക്ക് അറിയാം, ഇന്ന് കെട്ടിടമുണ്ടെങ്കിലും ഇടത് ഭാഗത്തേക്ക് കുറച്ച് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കുറച്ച് മുകൾ ഭാഗത്ത് നിന്ന് ക്യാബ കാണാൻ സാധിക്കും. അപ്പൊ ക്യാബ അന്ന് ഇതൊന്നുമില്ല, അന്ന് കെട്ടിടം മാറാറില്ലല്ലോ. അപ്പോ ക്യാബയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയും. അങ്ങനെ ക്യാബയിലേക്ക് മുന്നിട്ടുകൊണ്ട് എന്നും അല്ലാഹു അക്ബർ എന്ന് പറയും. വഖാല എന്നിട്ട് അവിടുന്ന് പറയാറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമ അൽ-അഹ്സാബ വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെയുള്ള ആ ദിക്ർ പറഞ്ഞതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. അൻജസ വഅദഹു, അവൻ വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനാണ്. വനസറ അബ്ദഹു, അടിമയെ സഹായിച്ചവനാണ്. വഹസമ അൽ-അഹ്സാബ വഹ്ദഹു, ഒറ്റയ്ക്ക് അഹ്സാബിനെ യുദ്ധസംഘങ്ങളെ തുരത്തി ഓടിച്ചവനാണ്, തകർത്തവനാണ് എന്നുള്ള ഈ ദിക്ർ പറയാറുണ്ട്. ثم دعا بين ذلك قال مثل هذا ثلاث مرات. മൂന്ന് തവണ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മുകളിൽ കയറിക്കൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പറയാറുണ്ട്. ആ ഓരോ തവണയുടെയും ഇടയിൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറും ഉണ്ടായിരുന്നു. ഇതാണ് അടുത്തതായി ചെയ്തിരുന്ന കാര്യം. ثم نزل صلى الله عليه وسلم الى المروه يمشي. പിന്നീട് സഫയുടെ മുകളിൽ നിന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയോ ഹജ്ജോ നിർവഹിക്കുന്ന സമയത്ത് ഇന്ന് മസ്ജിദുൽ ഹറമുള്ള പോലെയല്ല. അവിടെ എന്താണ് കെട്ടിടമോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ AC നല്ല സുഖമായിട്ട് ഉയർന്നു കയറി പോകേണ്ട അവസ്ഥയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അന്നെന്താണ് പർവ്വതം തന്നെയാണ്, അതിന്റെ മുകളിൽ കയറിയിട്ടാണ് അവിടെ ഇറങ്ങിയിട്ട് ചെയ്യാറുള്ളത്. ഇന്ന് തന്നെ നമ്മൾ സഅയി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചെയ്യണോ കാലുവേദന അതാവും. അന്ന് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ സഫയുടെ മുകളിൽ കയറുക, അവിടെ ഇറങ്ങുക, നടക്കുക, അപ്പുറത്ത് മറവയിലെത്തുക എന്നുള്ളതെല്ലാം. അപ്പോ ആ സഫയുടെ മുകളിൽ ഇറങ്ങി ഇങ്ങോട്ട് നടക്കാവും, മറവയുടെ ഭാഗത്തേക്ക് നടക്കും. അങ്ങനെ ആ കാലടികൾ നേരെയാകുന്ന അഥവാ അതിന്റെ താഴ്വരയുടെ ഭാഗത്ത്, കുന്നിന്റെ ഭാഗം കഴിഞ്ഞ് താഴ്വരയുടെ ഭൂമിയുടെ പ്രതലത്തിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് വേഗത്തിൽ ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. അതിൽ ഓടുന്ന രീതിയിൽ തന്നെ വേഗത്തിലായിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ മറുവയുടെ താഴ്വരയുടെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മറുവയുടെ മുകളിലോട്ട് കയറും. അതിലെട്ട് നടന്ന് കയറും.
അതായത് ഇന്ന് ആ ഭാഗം എന്താണ്, ഇന്ന് ആ ഭാഗം എന്താണ്, ഈ പച്ച നിറത്തിൽ ഒരകം വെച്ചിട്ടുണ്ടാകും. ആ പച്ച നിറത്തിലേക്ക് വെച്ചിട്ട് കാണാം. ഈ പ്രദേശമാണ് അതിന് താഴ്വരയിലെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് താഴ്വരയില്ല, അന്ന് പച്ച നിറമില്ല, താഴ്വരയുണ്ട്. ഇന്നും താഴ്വരയുടെ ഭാഗം അത് തന്നെയാണ്. ആ ഭാഗം എത്തിയിട്ടില്ല, മാറിയിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മൾക്കൂടി 2-3 നിലകളിലായിട്ടും അല്ലെങ്കിൽ വളരെ സുഖപ്രദമായ രീതിയിൽ കൃത്യമായ അടയാളത്തോടു കൂടി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർവയിലേക്ക് എത്തിയാൽ, മർവയുടെ അടുത്തെത്തിയാൽ അതിന് മുകളിൽ കയറും. അവിടുന്ന് കുറച്ച് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കഅബയെ കാണുന്ന അന്നത്തെ അവസ്ഥ നമ്മുടെ കൃത്യമായി കാണാൻ സാധിക്കില്ല. മർവയുടെ മുകളിൽ നിന്ന് കഅബ കാണാൻ സാധിക്കില്ല. ആ ഭാഗത്തേക്ക് തിരിയും. സ്വഫയിൽ ചെയ്ത പോലെ തക്ബീറും ലായിലും മറ്റും പറഞ്ഞിട്ട് സ്വഫയുടെ മുകളിൽ നിന്ന് ആ ദുആ ചെയ്തതുപോലെ, അതിനിടയിൽ ദിക്ർ പറഞ്ഞതുപോലെ, അതിനിടയിൽ ദുആ ചെയ്തതുപോലെ മർവയുടെ മുകളിൽ വെച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അങ്ങനെ 7 തവണ സ്വഫയിൽ നിന്ന് മർവയിലേക്കും, മർവയിൽ നിന്ന് സ്വഫയിലേക്കും അങ്ങനെ 1, 2, 3 7ാമത്തെ തവണ അവസാനിക്കുന്നത് എവിടെയായിരിക്കും? മർവയിൽ വെച്ചിട്ടായിരിക്കും അവസാനിക്കുക. 7ാമത്തെ അവസാനിക്കുന്നത് എവിടെയായിരിക്കും? മർവയിലായിരിക്കും, സ്വഫയിൽ ആരംഭിച്ചിട്ട്. അങ്ങനെ മർവയിൽ എത്തിയപ്പോൾ അമറ കുല്ലമൻ ലാ ഹദിയ മഅഹു അയ്യഹില്ല ഹത്മൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവൃഗത്തെ ഒപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത ആളുകളോടൊക്കെ തഹ്ലീലാകാൻ പറഞ്ഞു. ഇഹ്റാമിൽ നിന്ന് തഹ്ലീലാകാൻ പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ അറവൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് ആളുകൾ അറവൃഗത്തെ കൊണ്ടുവന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇഹ്റാമിൽ പ്രവേശിച്ചത് ഖിറാൻ ചെയ്യാം എന്നുള്ള നിയത്തിലാണ്. ഹജ്ജ് ഖിറാനായിക്കൊണ്ട്, അതായത് ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലാകാതെ അവിടെ തന്നെ തങ്ങിയിട്ട് പിന്നീട് അതേ ഇഹ്റാമിൽ കൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്ന രീതിയിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയ സന്ദർഭത്തിൽ തന്നെ ആളുകളോട് പറഞ്ഞു, ഈ അറവ്മൃഗത്തെ കൊണ്ടുവരാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി? തമത്തുആക്കിയാൽ മതി. അതായത് ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലാവുക. പിന്നെ യൗമുൽ തർവിയയിൽ 8ാമത്തെ ദുൽഹിജ്ജ 8ന്റെ അന്ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിച്ചാൽ മതി എന്ന നിലക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോ ഈ ഉംറ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗംഭീരമായിക്കൊണ്ട് ആളുകളോട് പറഞ്ഞു, ഹദിയെ കൊണ്ടുവരാത്തവർ അഥവാ അറവ് മൃഗത്തെ ഒപ്പം കൊണ്ടുവരാത്തവർ അവരെന്ത് ചെയ്യട്ടെ? അവരിപ്പോൾ തഹല്ലുലാവട്ടെ. പൂർണ്ണമായ രീതിയിൽ അവർക്ക് ഇഹ്റാമിൽ നിന്ന് അവർ തഹല്ലുലാവട്ടെ. അവർക്ക് വസ്ത്രം ഇഷ്ടമുള്ളത് ധരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സുഗന്ധം ഉപയോഗിക്കാം, എന്തൊക്കെയാണോ ഇഹ്റാമിൽ നിഷിദ്ധമായത് അതെല്ലാം അനുവദനീയമാകുന്ന അവസ്ഥയിൽ തഹല്ലുലാകട്ടെ എന്ന് പറഞ്ഞു. അതിന് ചിലപ്പോൾ കൽപ്പിക്കേണ്ടായി. അങ്ങനെ തഹല്ലുലായ അവസ്ഥയിൽ യൗമുൽ തർവിയ വരെ, ദുൽഹിജ്ജ 8 വരെ അവരവിടെ തങ്ങട്ടെ. വലം യഹീല മിൻ അജ്ലി ഹദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? തഹല്ലുലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചത് ഖിറാൻ ആയിക്കൊണ്ടാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞത് എന്താണ്? തമത്തുആയി ചെയ്താൽ മതി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു ഇഷ്ടം. കാരണം ഹദീസിൽ പറയാണ്, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലമാ സുഖ്തുൽ ഹദിയ വലജഅൽതുഹാ ഉംറതൻ. ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ അറിവ് അല്ലെങ്കിൽ ഈ കാര്യം മുൻപേ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ അറവ്മൃഗത്തെ കൊണ്ടുവരില്ലായിരുന്നു, ഞാൻ ഇതുവരും ഉംറയായി ഞാനും തഹല്ലുലാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖിറാനാണ് ചെയ്തത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ്മൃഗമായിട്ട് 100ഓളം ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുവരാത്ത ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? തമത്തുഅ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ മൃഗങ്ങളെ കൊണ്ടുവന്നുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? തഹല്ലുലാകാതെ ഖിറാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യുമായിരുന്നു? തമത്തുഅ ചെയ്യുമായിരുന്നു എന്ന് ഈ ഒരു ഹദീസൊക്കെ തമത്തുഅാണ് അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ തെളിവെടുക്കുന്ന കാര്യമാണ്. وهناك دعا للمحلقين بالمغفرة 3 وللمقصرين مرة. അവിടെ വെച്ച് ഉംറ നിർവഹിച്ച ആളുകളുടെ
ചെയ്യുന്ന കാര്യം എന്താ? മുടി വടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെക്കണം. അവിടെ വെച്ച് മുടി പൂർണ്ണമായും വടിച്ച ആളുകൾക്ക് വേണ്ടി 3 തവണ അവർക്ക് കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നാൽ വെട്ടിയ ആളുകളുണ്ടായിരുന്നു, വെട്ടൽ അനുവദനീയമാണ്. വെട്ടിയ ആളുകൾക്ക് 1 തവണ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മുടി തഹല്ലുലാകാൻ വെട്ടുന്നതിനേക്കാൾ അഫ്ളൽ എന്താണ്? വടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പത്നിമാരും അവരെന്ത് ചെയ്തു? അവരും തഹല്ലുലായി. അവരും തഹല്ലുലായി. അവര് ഖുർആൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല ആയിഷ, ആയിഷ ഒഴികെ, ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെ. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഹൈബുലാരിയായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആ ഇഹ്റാം തുടർന്നുകൊണ്ട് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് നിർവഹിക്കാം, അതിലുള്ള സഅയൊക്കെ ഇതിന്റെ ഉമ്മക്ക് പകരമായിക്കോളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി മാത്രം പത്നിമാരിൽ എന്ത് നിർവഹിച്ചു? ഖിറാൻ നിർവഹിച്ചു. ബാക്കിയുള്ളവരൊക്കെ തമത്തുഇന് വേണ്ടി തഹല്ലുലാവുകയും ചെയ്തു. وأمر من أهل بإهلاله أن يقيم على إحرامه إن كان معه هدي. അറൗമൃഗത്തെ കൊണ്ടുവന്ന സഹാബികളോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇഹ്റാമിലായിക്കൊണ്ട് തന്നെ തുടരാൻ വേണ്ടി പറഞ്ഞു. അറൗമൃഗത്തെ കൊണ്ടുവരാത്തവനോട് എന്ത് ചെയ്യാനും പറഞ്ഞു? തഹല്ലുലാകാനും പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ വന്ന ആളുകളെ 2 വിഭാഗമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. ഒന്നാമത്തെ കൂട്ടം അറൗമൃഗത്തെ കൊണ്ടുവന്ന ആളുകൾ, അവരെന്ത് ചെയ്യാൻ പറഞ്ഞു? അവരോട് ആ ഇഹ്റാമിൽ തന്നെ തുടരാൻ പറഞ്ഞു. കൊണ്ടുവന്ന ആളുകളോട് ഇഹ്റാമിൽ തന്നെ തുടരാൻ പറഞ്ഞു. കൊണ്ടുവരാത്ത ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹല്ലുലാകാനും പറയുകയുണ്ടായി. അതിന് ശേഷം ഒരു കാര്യം പറയാം. അപ്പോ മുസ്ലിം അറബിൽ വന്നു, ഹജ്ജിന് വേണ്ടി വന്നു, അവിടെ എത്തി, അവിടുന്ന് ഉംറ നിർവഹിച്ചു. وكان يصلي صلى الله عليه وسلم مدة مقامه إلى يوم التروية بمنزله بالمسلمين بظاهر مكة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 3-4 സമയത്താണ് അവിടെ എത്തുന്നത്, ഹറമിലെത്തുന്നത്. പിന്നെ 4 ദിവസത്തോളം തങ്ങിയിട്ടുണ്ട്. 8-നാണ് പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. ആ തങ്ങിയ സമയത്തൊക്കെ എവിടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിക്കാനുണ്ടായത്. താമസിച്ചിരുന്നത് മക്കയിലെ ഏറ്റവും അഥവാ ഹറമിന്റെ പരിധിയിൽ വെച്ച് ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇന്ന് മുഅല്ല എന്നറിയപ്പെടുന്ന ഹുജൂൻ എന്നെല്ലാം പറയുന്ന മഖബറയുള്ള ഖബർസ്ഥാന പ്രദേശം മർവയുടെ ഭാഗത്ത് പോയ ആളുകൾക്ക് അറിയാം. ആ ഭാഗത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. അവിടെ വെച്ച് മുസ്ലിമീങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിച്ചു. 4 ദിവസം അവിടെ തങ്ങി. ആ 4 ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഖസ്ർ ആയിക്കൊണ്ടാണ് നിസ്കരിച്ചത്. അഥവാ 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് ആയിക്കൊണ്ട് ചുരുക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 8 വ്യാഴാഴ്ച ദിവസമാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമ്പോ 8 അതിനാണ് യൗമുൽ തർവിയ എന്ന് പറയുന്നത്. അത് വ്യാഴാഴ്ച ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വ്യാഴാഴ്ച ദിവസം ദുഹയുടെ സമയമായപ്പോൾ മുസ്ലിമീങ്ങളെ കൊണ്ട് മിനയുടെ ഭാഗത്തേക്ക് പോയി, മിനയിലേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഇഹ്റാം നിർവഹിച്ചു. ആര്? നേരത്തെ തഹല്ലുലായ ആളുകളുണ്ടല്ലോ, 2 കൂട്ടർ സ്ഥാനങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം ഇഹ്റാമിലായിക്കൊണ്ട് തുടർന്നു വന്നിട്ടുണ്ട്, ഹദീനെ കൊണ്ടുവന്ന ആളുകൾ. കൊണ്ടുവരാത്ത ആളുകൾ ഉംറയ്ക്ക് ശേഷം തഹല്ലുലായിട്ടുണ്ട്. അവർ തഹല്ലുലായ ആളുകൾ അവരുടെ ടെന്റിൽ വെച്ച് തന്നെ, അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവരെന്ത് ചെയ്തു? ഇഹ്റാമിൽ പ്രവേശിച്ചു. മസ്ജിദ്, അവർ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി എങ്ങോട്ട് പോയില്ല? മസ്ജിദുൽ ഹറമിലേക്ക് പോയില്ല. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ തമത്തുഅ് ചെയ്യുന്ന ആളുകൾ അവർ ഇഹ്റാം പ്രവേശിക്കേണ്ടത് കഅബയുടെ ഭാഗത്ത് വെള്ളം ചാടാനുള്ള ഭാഗമുണ്ടല്ലോ, അതിന്റെ ഭാഗത്താണ് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിയ്യത്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ മസ്ജിദിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന ധാരണയും ചെയ്യാറുണ്ട്. അതായത് ഹജ്ജിന് വേണ്ടി
പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതില്ല. അവരവരുടെ താമസിക്കുന്നത് അവിടെ ചെയ്താൽ മതി. അങ്ങനെയാണ് ചെയ്തത്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് മക്ക അവരുടെ പിന്നിലാകുന്ന അവസ്ഥയിലാണ്. മക്കയിൽ നിന്ന് മാറി നിന്നതോ കഅബയുടെയും ഹറമിന്റെയും പ്രദേശത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഭാഗത്താണ് അവർ ഇഹ്റാം പ്രവേശിച്ചത്. അങ്ങനെ മിനയിലെത്തിയപ്പോൾ അവിടെ വെച്ച് നിസ്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ വെച്ച് അന്ന് രാത്രി തങ്ങുകയും ചെയ്തു. തങ്ങുകയും ചെയ്തു. ഇത് സുന്നയുടെ കിതാബുകളിൽ ഇതിന്റെ ഓരോ വശങ്ങളും മസ്അലകളും കൂടുതൽ ആഴത്തിൽ പറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിനോടൊപ്പം ആ കാര്യങ്ങൾ പറയുന്നത് മാത്രം. ഈ ഒരു കിതാബിന്റെ ഒരു എന്താ പറയാ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്ക് അറബിയിൽ വായിക്കുമ്പോ ശരിക്കും മനസ്സിലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ പോകുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഒരു കൈമാറുന്നത് പറയാം. ചില കാര്യം പറയും, പക്ഷെ അതിനുള്ള ചരിത്രത്തിൽ ശേഷം അഞ്ചിന് പോണ പോലെയാണ്. ഇത് ഏത് പണ്ഡിതൻ ഓർമ്മയില്ല, ഇന്ത്യക്കാരനായിട്ടുള്ള പണ്ഡിതൻ ജയിലിൽ കിടന്ന സന്ദർഭത്തിൽ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. പറയാം ഈ കിതാബ് കിതാബ് ഇതുള്ളത് കൊണ്ട് ഇതുകൊണ്ടിനാണ് ഞാൻ സമയം ചെലവഴിച്ചത്, ഇത് വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നൊക്കെ പറഞ്ഞതാണ്. കാരണം ഒപ്പം ജീവിക്കുന്നത് പോലെ ഈ കിതാബ് വായിക്കാൻ പറ്റും. ആ രീതിയിൽ ഈ കിതാബ് വായിക്കാൻ പറ്റും. അത്ര രസത്തിലാണ് കിതാബ് എഴുതിയിട്ടുള്ളത്. അതിനിടയിൽ ഓരോ മസലകൾ വരുമ്പോ ഇത് അതിനുള്ള തെളിവാണ്, ഇത് ഇതിനുള്ള തെളിവാണ് എന്നുള്ളത് എടുത്തു പറയുകയും ചെയ്യും. എന്ന് പറയാവുന്ന 98-ന് സഹാബികളും വിനയിലെത്തിയ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിച്ച് അവിടെ എത്തി അവിടെ അസറും അതുപോലെ വളരെ വിഷയമൊക്കെ നമസ്കരിച്ച് അവിടെ തങ്ങി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് സഞ്ചരിച്ചു, എങ്ങോട്ട് പോയി? അറഫയിലേക്ക് പോയി. അറഫയുടെ പ്രദേശത്തേക്ക് പോയി. പോയത് എന്ന് പറയുന്ന സാധാരണ വരുന്ന കാലത്ത് ആളുകൾ സഞ്ചരിച്ചിരുന്ന അതിന്റെ വലതു ഭാഗത്തിലുള്ള വഴിയുടെ ആളുകൾ പോയിരുന്നത്. വഴിയൊക്കെ എന്ന് കുറെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. وكان من الصحابة رضي الله عنهم الملبي ومنهم المكبر وهو يسمع ولا ينكر. صلى الله عليه وسلم ഇഹ്റാമിൽ ഹജ്ജിന് വേണ്ടി നിർവഹിക്കുന്ന ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രവേശിച്ചിട്ടുള്ള സഹാബികൾ ചില ആളുകൾ തൽബിയത്ത് ചെല്ലാറുണ്ടായിരുന്നു, പറയാറുണ്ട്. ചില ആളുകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ മുഴക്കാറുണ്ട്. കാരണം ഹിജ്റ സമയമാണ്. അപ്പൊ ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടും രണ്ടിനെയും എന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. ഇത് എന്തിനുള്ള തെളിവാണ്? ഹജ്ജിന് വേണ്ടി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കിടയിൽ തൽബിയത്തിനോടൊപ്പം തന്നെ തക്ബീർ പറയൽ അനുവദനീയമാണ്. രണ്ടും കൂടി മാറി മാറി പറയൽ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണ്. وسار حتى وجد القبة قد ضربت له بنمرة بأمره صلى الله عليه وسلم. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് പോയി. അറഫയിലേക്ക് പോയിട്ട് നമിറ എന്ന പ്രദേശത്ത് വലിയ മസ്ജിദ് നമിറ എന്നുള്ളത് അത് അന്ന് നബിയുടെ കാലത്ത് ഒരു ഗ്രാമമായിരുന്നു. ആളുകൾ തിങ്ങി താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു. എന്നാൽ ഗ്രാമമായിട്ട് അവിടെ ഇല്ല, അവിടെ ഒഴിഞ്ഞ പ്രദേശമായിട്ട് ഹജ്ജിന് മാത്രം ആളുകൾ വരുന്ന ഒരു മസ്ജിദാണ് നമിറ എന്നുള്ളത്. അതെല്ലാ സമയത്തൊക്കെ അത് കൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോ അന്ന് ആ സ്ഥലത്ത് ഒരു ഗ്രാമമായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം ഒരു ടെന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നെറുകയെത്തി നബി കെട്ടിയിട്ടുള്ള ഈ ടെന്റ് കണ്ടു. وهي قرية شرقي عرفات وهي خراب اليوم. ഈ നെറുകയുടെ സ്ഥലത്തെ പറ്റി പറയാണ്. അതൊരു ഗ്രാമമായിരുന്നു. പിന്നെ അറഫയുടെ കിഴക്ക് പ്രദേശത്തുള്ള ഒരു ഗ്രാമം. ഇന്ന് പക്ഷേ ഗ്രാമമായിട്ട് അവിടെ ഇല്ല, അത് ഇല്ലാതായി പോയിട്ടുണ്ട്. فنزل فيها حتى إذا زالت الشمس أمر بناقته القصواء ورحلت. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് ഇറങ്ങി. അങ്ങനെ സൂര്യൻ അതിന്റെ മധ്യഭാഗത്ത് തെറ്റിയപ്പോൾ അതായത് മുഹറിന്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു പെൺമക്കളം സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഖസ്വ എന്ന് പേരിൽ പറയുന്ന പെൺമക്കളത്തിനെ തയ്യാറാക്കാനും അതിന്റെ മേലെ കയറി പുറപ്പെടാനും വേണ്ടി ഒരുക്കി. അതിനെ ആ രീതിയിൽ ഒരുക്കി. ثم سار حتى أتى بطن الوادي من أرض عرنة.
അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് വിശ്വാസം പോയിട്ട് അതിന് കുറച്ചപ്പുറത്തുള്ള ഒരു താഴ്വര പോലുള്ള പ്രദേശമായിട്ടുള്ള ഒറന എന്നുള്ള പ്രദേശത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി. ഒട്ടകപ്പുറത്താണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നെത്തിയത്. മുസ്ലിമീങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിൽക്കുകയാണ്. فخطب الناس وهو على راحلته خطبة عظيمة. അവിടെ വെച്ച് ആ ഒട്ടകപ്പുറത്ത് ഇരുന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഹത്തായ ഖുതുബ നിർവഹിച്ചു. ഹജ്ജത്തുൽ വദാഇൽ ഖുതുബ എന്ന് നമ്മൾ പറയുന്ന ആ ഖുതുബ, അറഫ ഖുതുബ എന്നുള്ളത് അവിടെ വെച്ച് നിർവഹിച്ചു. ഈ അറഫ എന്ന പ്രദേശത്ത് ഈ ഒട്ടകപ്പുറത്ത് ഖററ ഫീഹാ ഖവാഇദുൽ ഇസ്ലാം. ആ ഖുതുബയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉറപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹദവ ഫീഹാ ഖവാഇദു ശിർക്ക് വൽ ജാഹിലിയ്യ. ശിർക്കിന്റെയും ജാഹിലിയ്യത്തിന്റെയും അടിസ്ഥാനങ്ങളെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ചു. വഖററ ഫീഹാ തഹ്രീം അൽ മുഹറമാത് التي اتفقت الملل على تحريمها. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായ കാര്യങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന നിലക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതുകൾ നൽകി. وهي الدماء والأموال والأعراض. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഒരു മുസ്ലിമിന്റെ രക്തം, ഒരു മുസ്ലിമിന്റെ സമ്പത്ത്, ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നീ കാര്യങ്ങളെ സംരക്ഷിക്കണം. അത് മറ്റുള്ളവർക്ക് ഹറാമാണ്, പരസ്പരം ഹറാമാണ് എന്ന നിലയ്ക്ക് പറഞ്ഞു. അതിന്റെ ഹദീസിന്റെ ഭാഗം എങ്ങനെയാണ്? ഖുതുബയിൽ പറഞ്ഞു, ഇന്ന ദിമാഅകും വഅംവാലകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ രക്തവും സമ്പത്തുമെല്ലാം ഹറാമാണ്. ഏതുപോലെ ഈ ഒരു ദിവസത്തിന്റെ, ഈ ഒരു മാസത്തിന്റെ, അതുപോലെ തന്നെ ഈ ഒരു നാടിന്റെ ഹുർമത്ത് പോലെ, പരിശുദ്ധി പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. ആ ഖുതുബയിൽ സംസാരിച്ച വിഷയങ്ങളാണ്. പിന്നെ പറഞ്ഞു അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്തിന്റെ കാര്യങ്ങളെല്ലാം ഇനി ഒഴിവാക്കലാണ്, ഇനി അതില്ല എന്ന് പറഞ്ഞ് കാലിന്റെ ഉദ്ദേശം എന്താണ്? ഇനി അതില്ല, ജാഹിലിയ കാലത്തെ കാര്യങ്ങളെല്ലാം വിശ്വാസം ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു എല്ലാ ജാഹിലിയ കാലത്തെ പലിശ ഇടപാടുകളെല്ലാം അത് ഒഴിവാക്കി. അഥവാ ജാഹിലിയ കാലത്ത് ഒരാൾ അങ്ങോട്ട് പണം വാങ്ങിയിട്ട് പലിശയായിട്ട് പണം കിട്ടാനുണ്ടെങ്കിൽ അത് അയാൾ ഒഴിവാക്കണം. കൊടുക്കാൻ അത് കൊടുക്കാൻ വേണ്ട. അഥവാ മുതലായിട്ടുള്ള പണം ഉണ്ടല്ലോ, ആദ്യം കൊടുത്തത് അത് തിരിച്ചു വാങ്ങാം. അതായത് പലിശയെല്ലാം ഒഴിവാക്കിയതായിട്ട് പറഞ്ഞു. അതെല്ലാം നിരന്തരമാക്കി. വെച്ച് സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ ഖൈറായ നിലക്ക് അവരോട് ജീവിക്കണം എന്നുള്ളത് ഉപദേശിച്ചു. അവരുടെ അവകാശങ്ങളെ പരാമർശിച്ചു. അവർക്കുള്ളതും അവരിൽ നിന്ന് ലഭിക്കേണ്ടതുമായുള്ള ഹക്കുകളെ പറഞ്ഞു. അവർക്ക് നിർബന്ധമായി നൽകേണ്ടത്, പുരുഷ നൽകേണ്ടത് അവളുടെ ഉപജീവനം. മാന്യമായ നിലക്ക് അവർക്ക് വസ്ത്രം. കൃത്യമായ അളവ് പറയാതെ ഓരോ ആളുടെയും കഴിവിനനുസരിച്ച് മാന്യമായ ഭക്ഷണവും വസ്ത്രവും അവർക്ക് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതായത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അറഫയിൽ വെച്ച് അതിൽ അറഫത്ത് എന്നുള്ള പ്രദേശത്ത് ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുതുബ, അതാണ് അറഫ ഖുതുബ എന്ന് പറയുന്നത്. അതിൽ പരാമർശിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖുതുബ സഹീഹ് മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുള്ള ഖുതുബയുടെ ഭാഗം ഒന്ന് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ വെച്ച് പറഞ്ഞു, അലാ കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ തഹ്ത ഖദമയ്യ മൗദൂഉൻ. എല്ലാ ജാഹിലിയ്യത്തിന്റെ കാര്യങ്ങളും ഇന്ന് ഇവിടെ കുഴിച്ചു മൂടുകയാണ്. ഇനി ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. വദിമാഉൽ ജാഹിലിയ്യത്തി മൗദൂഅത്തുൻ. ആ ജാഹിലിയ കാലത്ത് പകരം ചോദിക്കാനുള്ള രക്തത്തിന്റെ കണക്ക് അതെല്ലാം ഇവിടെ പിന്നെ ഒഴിവാക്കുകയാണ്. ഇനിയില്ല. അഥവാ ഞങ്ങൾക്ക് കിട്ടാനുള്ള രക്തത്തിന് പകരം ലഭിക്കാനുള്ളതിൽ രക്തത്തിന് പകരം ചോദിക്കാൻ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം ബനൂസഈദിന്റെ പുരോഗതി ബന്ധത്തിലുള്ള ആളായിരുന്നു ഹുദൈൽ, അയാളെ വധിക്കുകയുണ്ടായി. ജാഹിലിയ കാലത്തിലെ പലിശ ഇടപാടുകളെല്ലാം ഒഴിവാക്കുന്നു.
ഞങ്ങൾക്ക് കിട്ടാനുള്ളത് റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായിട്ടുള്ള അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള പലിശക്ക് എന്താണ് ഒഴിവാക്കലാണ്. നിങ്ങൾ കിട്ടുന്ന അങ്ങോട്ട് വാങ്ങലില്ല. ഫൈനഹു മൗദൂഉൻ കുല്ലുഹു അതെല്ലാം ഇവിടെ ഒഴിവാക്കുന്നു. ഫത്തഖുല്ലാഹ ബിന്നിസാ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫൈനകും അഖൽതുമൂഹുന്ന ബിഅമാനില്ലാഹ് അല്ലാഹുവിന്റെ വാക്കിന്റെ മേലെ വിശ്വസ്തയുടെ മേലെ ആ ഒരു കരാറിന്റെ മേലെ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ടാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹ്ലൽതും ഫുറൂജഹുൻ ബികലിമത്തില്ലാഹ് അല്ലാഹുവിന്റെ വാക്കിന്റെ പേരിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മുഖ്യസ്ഥാനങ്ങൾക്ക് അനുവദനീയമായത്. വലകും അലൈഹിന്ന അല്ലാ യുവത്തിഅന ഫുറുശകും അഹദൻ തക്റഹൂനഹു നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കിടപ്പറയിലേക്ക് നിങ്ങൾ വെറുക്കുന്ന ഒരാളെയും പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതവർ ചെയ്യുകയാണെങ്കിൽ മുറിയാകാത്ത രീതിയിൽ അവരെ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം അവരുടെ ഉപജീവനമാണ്. അവർക്ക് മാന്യമായ നിലക്കുള്ള വസ്ത്രവുമാണ് അവർക്ക് ലഭിക്കേണ്ടത് എന്ന് പറയുകയുണ്ടായി. ഇതെല്ലാം ആ റഫയിലെ ഖുതുബയിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണ്. എന്നോട് പറയാണ് ഭർത്താക്കന്മാർക്ക് അവർക്ക് അനുവദനീയമാക്കി ഭാര്യമാരെ അടിക്കുക എന്നുള്ളത് ഏത് സന്ദർഭത്തിൽ അവരുടെ വീട്ടിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അടിക്കൽ അനുവദനീയമാണ്. മുറിവേൽക്കാത്ത രീതിയിലുള്ള അടി അതിനു വേണ്ടി അടിക്കൽ അനുവദനീയമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പറഞ്ഞ അടുത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ കിതാബിനോട് അതിനെ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ കിതാബ് ഖുർആനിനെ മുറുകെ പിടിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനും കിതാബില്ലാതെ ഉദ്ദേശിക്കുന്നത് ഖുർആനും എന്തുമാണ്? ഹദീസുമാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഖുർആനിന്റെ വിശദീകരണമായിട്ടുള്ള ഹദീസ് എന്നുള്ളത് രണ്ടും ദിക്റാണ്, സംശയം. എന്നിട്ട് പറഞ്ഞു വഅഖ്ബറ അന്നഹും ലൻ യദില്ലു മാ ദാമു മുഅത്തസിമീന ബിഹി ആരാണോ ഈ കിതാബിനെ മുറുകെ പിടിക്കുന്നത് അവരൊരിക്കലും കഴിച്ചു പോവുകയില്ല, അവരൊരിക്കലും തെറ്റിപ്പോവുകയില്ല എന്ന് അറിയിച്ചു. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഖുർആനിനെയും അതിന്റെ വിശദീകരണമായ ഹദീസുകളെയും മുറുകെ പിടിച്ചാലല്ലാതെ അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാകാം അതിനാണ് മുറുകെ പിടിക്കുന്നത്, അവരെന്നും സുരക്ഷിതരായിരിക്കും. അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ثم أخبرهم أنهم مسؤولون عنه. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ അറിയിച്ചു നിങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള കടമ നിർവഹിച്ചോ, നിങ്ങൾക്ക് എത്തിച്ചു തന്നോ എന്ന് ചോദിക്കും. നാളെ ഭഗവത്തിന്റെ വിചാരണയുടെ രീതികളിൽപ്പെട്ട ഒന്നാണ് ഓരോ നബിമാരെയും അവരുടെ ഉമ്മത്തിനെയും കൊണ്ടുവരും. ഇവരെ ഉമ്മത്തിനോട് ചോദിക്കും നിങ്ങൾക്ക് വന്ന റസൂൽ നിങ്ങൾ അറിയിച്ചു തന്നോ, റസൂലിനോട് ചോദിക്കും നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തോ എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മളോട് ചോദിക്കപ്പെടും നമ്മൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ അറിയിക്കുകയാണ്. നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിക്കും, നിങ്ങൾ എന്താണ് പറയുക ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അവരോട് പറയാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ എന്താണ് അപ്പോൾ പറയുക, നിങ്ങൾ എന്താണ് അപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്ന് ആ സ്വഹാബികളോട് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു نشهد أنك قد بلغت وأديت ونصحت. نشهد ഞങ്ങൾ സാക്ഷ്യം വഹിക്കും أنك قد بلغت നിങ്ങൾ നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, وأديت അത് നിർവഹിച്ചിട്ടുണ്ട്, ونصحت അതിൽ പൂർവ്വം പുലർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞു. فرفع إصبعه إلى السماء. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരൽ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു واستشهد الله عليهم ثلاث مرات.
ആളുകളെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹു മുഷ്ഹദ്, അള്ളാഹു മുഷ്ഹദ്, അള്ളാഹു മുഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷി, നീ സാക്ഷി, ഇവര് പറഞ്ഞു നീ സാക്ഷി എന്ന് പറയും. അങ്ങനെ ോട്ട് പറയുകയുണ്ടായി, അവിടെ വെച്ച് സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, സാക്ഷിയായിട്ടുള്ള ആളുകൾ, ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഈ ദീനിനെ എത്തിച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അറിയിച്ചത് അതിനെ എത്തിച്ചു കൊടുക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവിടുന്നാണ് ചരിത്രം നോക്കിയാൽ കാണാം, ഏകദേശം ഇപ്പോ മദീനത്തു നിന്നും മാത്രമായിട്ട് 100,000-ഓളം ആളുകൾ വന്നിട്ടുണ്ട്. അതല്ലാതെ പുറത്തുനിന്ന നാടുകളായിട്ടും മക്കയിലെ ആളുകളൊക്കെ ആയിട്ട് 2,00,000-ഓളം സഹാബികളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാനായിട്ടുണ്ട്. പക്ഷെ മക്കയിലും മദീനയിലുമുള്ള സഹാബികളെ ഖബറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 10,000 മറ്റോ മാത്രമേ ഖബറുകൾ എവിടെയുള്ളൂ, മക്കത്തും മദീനത്തുമായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള സഹാബികളൊക്കെ വ്യത്യസ്ത നാടുകളിലേക്ക് ദീനിന്റെ ദഅവത്തിലും അവിടെ ദീന് പഠിപ്പിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹാബികളൊക്കെ വേറെ നാട് പോയിരുന്നു. അബൂദർദ ദമസ്കസിലേക്ക് പോയി, ഇബ്നു മസ്ഊദ് കൂഫ ബസ്ര ഭാഗത്തേക്ക് പോയി, അതുപോലെ അങ്ങനെ ഓരോ ആളുകളും മദീനത്തിൽ ഉണ്ടായിരുന്നു, മക്കയിൽ മദീനത്തിൽ മറ്റുണ്ടായിരുന്നു. ഓരോ സഹാബികളും വ്യത്യസ്ത നാടുകളിലേക്ക് അവർ ദീന് പഠിപ്പിക്കാനും മറ്റുമായിട്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഈ ദഅവത്തിന്റെ ഉത്തരവാദിത്വം വ്യത്യാസം പറഞ്ഞാൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ വ്യത്യാസം എന്താണ് പണി ചെയ്തത്? നബിമാർ അള്ളാഹുവിനോട് ചെയ്ത കടമകളിൽ അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് ഏറ്റവും വലിയ രീതി ദഅവത്ത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ സ്വയം പരിശോധിക്കണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. വ്യത്യാസം അവിടെ വെച്ച് പറഞ്ഞു നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ ഖുതുബയെ അവിടെ നിർവഹിച്ചിട്ടുള്ളൂ. വെള്ളിയാഴ്ച ജുമഅ നിർവഹിക്കുന്നത് പോലെ 2 ഖുതുബയും അതിനിടയിൽ ഒരു യുദ്ധമായിട്ടൊന്നും രീതി അവിടെ ചെയ്തിട്ടില്ല. പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ചർച്ചയുടെ ഇടയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസമാണ് അറഫയിലുള്ളത്. അപ്പൊ അവിടെ നിർവഹിച്ചത് ജുമഅ ഖുതുബയാണ് എന്നുള്ള ചില അഭിപ്രായങ്ങൾ ഫിഖ്ഹിയായ ചർച്ചകളിലുണ്ട്. അപ്പൊ അതിനെതിരായിട്ടുള്ള മറുപടി ആയതുകൊണ്ടാണ് ഈ നിലയ്ക്ക് പറഞ്ഞിട്ടുള്ളത് ഒറ്റ ഖുതുബയെ നിർവഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവോട് എന്ത് കൊടുക്കാൻ പറഞ്ഞു? ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അഖാമ, അങ്ങനെ ഇത് നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ നിന്നു. എന്ത് ചെയ്തു? ദുഹർ 2 റക്അത്തായി നിസ്കരിച്ചു. 2 റക്അത്തായിട്ട് ദുഹർ നിസ്കരിച്ചു. അതിൽ ഖുർആൻ പാരായണം മെല്ലെയായിരുന്നു, അതോ ഉറക്കെയായിരുന്നില്ല. ഇതും ജുമഅ എല്ലാവരും നിർവഹിച്ചത് എന്നതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ എടുക്കാറുള്ള കാര്യമാണ്. അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇത് എന്തിനെ അറിയിക്കുന്നു? യാത്രക്കാരന് ജുമഅ നിർബന്ധമല്ല എന്നറിയിക്കുന്ന ഒരു കാര്യമാണത്. നിർവഹിച്ചൂടെ? അതിന് മാത്രം ആളുകളുണ്ട് അവിടെ, നമുക്ക് നിർവഹിക്കാം. പക്ഷെ യാത്രക്കാരന് ജുമഅ നിർബന്ധമില്ല എന്നറിയിക്കുന്നതാണ്, അവൻ ജുമഅ നിസ്കരിക്കുന്നില്ല എന്നറിയിക്കുന്ന ഈ കാര്യം. ദുഹറിന് ശേഷം വീണ്ടും ഇഖാമത്ത് കൊടുത്തു, അസ്ർ നിസ്കരിച്ചു. 2 റക്അത്തായിട്ട് അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഉ ഖസ്റുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. വകാന മഅഹു അഹ്ലു മക്കത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. ഫസല്ലു ബിസ്സലാത്തിഹി ഖസ്റൻ വജംഅൻ, എന്നിട്ടും അവരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ജംഉ ഖസ്റുമായിട്ടാണ് നിസ്കാരം നിർവഹിച്ചത്. വഫീഹി ഔദഹു ദലീൽ അലാ അന്ന സഫർ അൽ-ഖസ്ർ ലാ യതഹദ്ദദു ബിമസാഫത്തിൻ മഅലൂമത്തിൻ. ഇത് പറയാണ്, ഇത് വ്യക്തമായ ഒരു തെളിവാണ്. എന്തിനുള്ളത്? ഖസ്റാക്കാൻ വേണ്ടി ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള ഒരു ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ഇത് എന്ന് പറയാം. അതായത് ഇതൊരു ശുദ്ധമായ മസലയാണ്. കാരണം ഖസ്ർ നിർവഹിക്കാൻ വേണ്ടിയിട്ട് 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കാൻ യാത്രക്കാരനാണ്. ആ യാത്ര എത്രയാണ്, എത്ര ദൂരമുള്ള യാത്രയായിരിക്കാം എന്നുള്ള ചർച്ചയുണ്ട്. പണ്ട് കാലത്ത് ഉള്ള ചർച്ചയിൽ തന്നെ ചില മദ്ഹബിൽ 80 കിലോമീറ്റർ അന്നത്തെ കണക്കിൽ, അല്ലെങ്കിൽ 100 20 അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള വിഷയത്തിൽ ഇതിന്റെ യഥാർത്ഥ കിതാബിലൊക്കെ അദ്ദേഹം ചർച്ച ചെയ്ത് പറയുന്നത് അത് പ്രത്യേകിച്ചൊരു ഇതില്ല,
ഒരു ദൂരം നിശ്ചയിച്ചിട്ടില്ല. അത് തെളിവായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം മക്കക്കാരുണ്ട്. മക്കയിൽ നിന്ന് അറഫയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാല് ഇന്ന് കാലത്ത് വലിയ ദൂരമല്ല, അത് ചെറിയ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ അത്ര കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു ദൂരപരിധി ഇല്ല എന്ന ശരിയായി പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനുള്ള തെളിവ് പിടിച്ചിട്ടുള്ളതാണ്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും നാം മനസ്സിലാക്കുന്നത് യാത്ര എന്ന നിലത്തിലുള്ള ഒരു വശം. ഒരാൾ യാത്രക്ക് വേണ്ടി പുറപ്പെടാന്നുണ്ടാവുമല്ലോ. സാധാരണ ഒരു നടൂഫായിട്ട് ഒരു ഉറപ്പനുസരിച്ച് നാട്ടിലൊരു നടപ്പനുസരിച്ച് ഒരാൾ യാത്രക്ക് പുറപ്പെടുക എന്നുള്ള നിലക്ക് പുറപ്പെടുകയാണെങ്കിൽ എന്താണ് റസൂലാക്കൽ അനുവദനീയമാണ് എന്ന നിലയ്ക്ക് അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ച് രക്ഷാസമ അങ്ങനെ നിർവഹിച്ചു. فلما فرغ صلى الله عليه وسلم من صلاته على النبي صلى الله عليه وسلم നിസ്കാരം കഴിഞ്ഞപ്പോൾ ദുഹറും അസ്റും ദുഹർ 2 റക്അത്ത് നിസ്കരിച്ചു, അസ്റും 2 റക്അത്ത് നിസ്കരിച്ചു. ركب حتى أتى الموقف. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله هيا على الصلاة هيا على الصلاة هيا على الفلاح هيا على الفلاح الله أكبر الله أكبر لا إله إلا الله. فلما فرغ صلى الله عليه وسلم من صلاته ركب حتى أتى الموقف. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പൂർത്തീകരിച്ചപ്പോൾ ദുഹർ 2 റക്അത്ത് അസ്ർ 2 റക്അത്ത് ജമാഅ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ركب حتى أتى الموقف. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശത്ത് നിന്ന് അറഫത്ത് എന്ന പ്രദേശത്ത് നിന്ന് അറഫയുടെ പ്രദേശത്തേക്ക് പോയി. فوقف في ذيل الجبل عند الصخرات. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അറഫയിൽ പേര് ജബലുർ റഹ്മ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ചെറിയ കുന്നുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിക്കൊണ്ട് അതിന്റെ കല്ലുകളെല്ലാം കൂട്ടിയിട്ടുള്ള ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. واستقبل القبلة. അങ്ങനെ ഖിബലയിലേക്ക് തിരിഞ്ഞു. وجعل حبل المشاة بين يديه. ആ ഖിബലയിലേക്ക് തിരിയുമ്പോൾ കുറെ കല്ലുകൾ കൂട്ടിയിട്ടുള്ള ഭാഗം നബി മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഖിബലയുടെ ഭാഗത്തേക്ക് അവിടുന്ന് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. وكان على بعيره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒട്ടകപ്പുറത്തായിരുന്നു. فأخذ في الدعاء. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ തുടങ്ങി. وتضرع. അങ്ങേയറ്റം താഴ്മയോടുകൂടി. والابتهال إلى غروب الشمس. അങ്ങേയറ്റം ആവശ്യക്കാരനായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന രീതിയിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ദുആ ചെയ്യുകയുണ്ടായി. നമുക്കറിയാം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വുഖൂഫ് അറഫ, അറഫയിൽ നിൽക്കുക എന്നുള്ളത്. കാരണം അൽ ഹജ്ജു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറഫയിൽ നിൽക്കാതെ ഒരാളെ ഹജ്ജ് ഉണ്ടാവില്ല, ശരിയാവില്ല. അതുകൊണ്ട് തന്നെ രോഗിയായിട്ടുള്ള ആളുകൾക്ക് കാണാം ആംബുലൻസ് മറ്റൊക്കെ
അറഫയുടെ 9 അറഫയിൽ കുറച്ച് നേരം എന്ത് ചെയ്യണം? അറഫയിൽ നിൽക്കണം. അപ്പോ അതിൽ ഏറ്റവും അശ്വത്ത് അറഫ, ഏറ്റവും മഹത്തായിട്ടുള്ള ദുആ ഉത്തരം ചെയ്യപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയം അശ്വത്ത് അറഫ എന്ന് പറഞ്ഞാൽ, അഥവാ ഈ മുഹർ മുതൽ മഗ്രിബ് വരെ, അഥവാ സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള സമയം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവിടെ വരുന്ന പറയുന്ന ജബലുർ റഹ്മ പേര് ശരിക്കുള്ള പേരെന്നല്ല, ആളുകൾ പറയപ്പെട്ട പേരാണ്. അതിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയും ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തു. ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ച സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അറഫയുടെ പ്രദേശത്തെത്തണം. ചിലപ്പോൾ ഖുതുബ നിർവഹിച്ച സ്ഥലം എവിടെ പെട്ടതല്ല, അറഫയിൽ പെട്ടതല്ല. അപ്പൊ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞിട്ട് എവിടെ വന്ന് നിൽക്കണം? അറഫയിൽ വന്ന് നിൽക്കണമെന്ന് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അതോടൊപ്പം നിസ്സാരമായി പർവ്വതത്തിന്റെ ചോട്ടിൽ നിന്നെങ്കിലും നിസ്സാരം പറഞ്ഞു അറഫയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും നിന്നാൽ മതി. അറഫയുടെ പരിധിയില്ല, ആ പരിധിയിൽ എവിടെയെങ്കിലും നിന്നാൽ മതി എന്ന് പറഞ്ഞു. നിന്ന സ്ഥലത്ത് നിന്ന് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ആ കുന്നിന്റെ മേലെ കയറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒന്നും പറഞ്ഞില്ല. അറഫയിൽ എവിടെയും നിന്നാൽ മതി. അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അറഫയിൽ എവിടെ വേണമെങ്കിലും നിന്നാൽ മതി എന്ന് പറഞ്ഞു. ജനങ്ങളെ അറിയിച്ചു, പറഞ്ഞയച്ചു, അറിയിക്കാൻ വേണ്ടി ആളുകളെ വിട്ടു ഈ അറഫയുടെ പ്രദേശത്ത് നിന്ന് നിങ്ങൾ നിൽക്കണമെന്ന്. അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അനന്തരമായിട്ടുള്ള രീതിയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിക്കുമ്പോൾ എവിടെ നിന്നിട്ടുള്ളത്? അറഫയിലാണ് നിന്നിട്ടുള്ളത്. അവിടെ ആ കർമ്മത്തെ ആ രീതിയിൽ തന്നെ അറഫയിലാണ് നിൽക്കേണ്ടത് എന്ന് ജനങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്തു. وكان في دعائه صلى الله عليه وسلم رافعا يديه الى صدره كاستطعام المسكين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ദുആ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കൈ അവിടെ നെഞ്ചിന്റെ അത്ര വരുന്ന രീതിയിൽ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു ദരിദ്രനായ വ്യക്തി ആരോടെങ്കിലും ഭക്ഷണം ചോദിക്കുമ്പോൾ എങ്ങനെയാണോ കൈവെക്കുക അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തിരുന്നത്. അവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ ഒരു ഭക്ഷണത്തിന് വേണ്ടി ദരിദ്രൻ ആരോടെങ്കിലും ചോദിക്കുന്നത് പോലെ എങ്ങനെയാണ് കൈവെക്കുക അങ്ങനെ നെഞ്ചിനോളം വെച്ച് കൈവച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്. അതുപോലെ ജനങ്ങളെ സഹാബികളെ അറിയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഖൈറ ദുആഇ ദുആഉ യൗമി അറഫ. എന്താണ് നബി പറഞ്ഞത്? ദുആകളിൽ പ്രാർത്ഥനയിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് യൗമ അറഫയിലെ ദുആ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, സഹാബികളെ അറിയിക്കുകയുണ്ടായി. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് ഹജ്ജ് എന്നുള്ള കർമ്മം. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലോകത്തെ ഏറ്റവും വലിയ ഭൂമിയിൽ ഇരിക്കുന്നതിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നതിൽ ഏറ്റവും റാഹത്തുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണെന്നാണ്. എന്നിട്ട് പണിമാരിച്ച് നീ വേണമെങ്കിൽ നോക്കി നോക്കുന്നത്, നീ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കുക, ചെയ്തു നോക്കുക. ഏറ്റവും റാഹത്ത് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസ്ഥ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ, സഹീഹായ നിലക്ക് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാലാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. ഹജ്ജ് തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ കർമ്മമാണ്. ഇസ്ലാമിന്റെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും നിർബന്ധമായിട്ടുള്ളതുമാണ് അറഫയിലെ നൃത്തം എന്നുള്ളത്. അതിൽ അറഫയിലെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള സമയമാണ് ദുഹർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം എന്നുള്ളത്. ആ സമയത്ത് അറഫയിൽ വെച്ച് അറഫയുടെ പതിലുകൾ ധാരാളമുണ്ട്, ധാരാളം പതിലുകൾ. അറഫ ദിവസത്തിന്റെ പതിലായിട്ടുള്ള അല്ലെങ്കിൽ അറഫയുടെ പതിലായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമാണ്. പല സലഫുകളും അത് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടുത്തെ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ചില ദുആകൾ ഹദീസുകൾ വന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ദുർബലതകൾ ഉള്ളതാണ്, പക്ഷെ എന്നാലും ദുആന്റെ ലഫ്ളുകളിൽ അത് വേറെ ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള കായികകളോട് എതിരല്ലാത്തതാണ് എങ്കിൽ ഏത് ദുആന്റെ ലഫ്ള് കൊണ്ട് നല്ല പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാം. ആ നിലയ്ക്ക് ഇബ്നു ഖയ്യിം കൊടുത്തിട്ടുള്ള ഒന്നേറെ പ്രാർത്ഥനകൾ وذكر من دعائه صلى الله عليه وسلم في الموقف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് ദുആ ചെയ്യുന്നതായി വന്നിട്ടുള്ള ചില ദുആകൾ. اللهم لك الحمد
كالذي نقول خيرا مما نقول അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും ഞങ്ങൾ പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായിട്ടും اللهم لك صلاتي അല്ലാഹുവേ നിനക്കാണ് എന്റെ നിസ്കാരം വനുസുകി എന്റെ അറവ് അല്ലെങ്കിൽ എന്റെ ഹജ്ജ് കർമ്മം എല്ലാം ومحياي ومماتي എന്റെ ജീവിതം എന്റെ മരണം وإليك مآبي നിന്നിലേക്കാണ് എന്റെ മടക്കം ولك ربي تراثي നിനക്കാണ് റബ്ബേ എന്റെ എല്ലാവിധ ഞാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള എല്ലാം നിന്റേതാണ് اللهم إني أعوذ بك من عذاب القبر اللهم ഖബറിൽ ഞാൻ രക്ഷ തേടുന്നു ووسوسة الصدر നെഞ്ചിലുണ്ടാകുന്ന വസ്വാസകളെ തൊട്ട് وشتات الأمر എന്റെ കാര്യങ്ങൾ ചിന്ന ഭിന്നമാകുന്നതിനെ തൊട്ട് اللهم إني أعوذ بك من شر ما تجيء به الريح ഒരു കാറ്റ് കൊണ്ടുവരുന്ന ഷർറിൽ നിന്നെല്ലാം എന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരു ഹദീസിൽ വന്നിട്ടുള്ള വാക്കായിട്ട് കാണാം. وإما ذكر من دعائه هناك അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു ദുആയാണ് اللهم إنك تسمع كلامي അല്ലാഹുവേ നീ എന്റെ വാക്ക് കേൾക്കുന്നുണ്ടല്ലോ وترى مكاني എന്റെ ഈ അവസ്ഥ എന്റെ ഈ സ്ഥലം നീ കാണുന്നുണ്ടല്ലോ وتعلم سري وعلانيتي എന്റെ രഹസ്യവും എന്റെ പരസ്യവും നീ അറിയുന്നുണ്ടല്ലോ ولا يخفى عليك شيء من أمري എന്റെ കാര്യത്തിൽ നിന്ന് ഒന്നും തന്നെ നിന്റെ അടുക്കൽ മറച്ചു വെച്ചിട്ടുള്ള ഗോപ്യമായ അവസ്ഥയിലില്ല ഞാൻ ദുഃഖിതനായിട്ടുള്ള ആവശ്യക്കാരനായിട്ടുള്ള ദരിദ്രനാണ് നിന്നോട് സഹായം ചോദിക്കുന്ന നിന്നോട് അഭയം തേടുന്നവനാണ് ഭയവും ബേജാറും പർവ്വതത്തിനെ കുറിച്ചുള്ളവനാണ് എന്റെ പാപങ്ങൾ ആ പാപങ്ങളെ അംഗീകരിച്ചു തരുന്ന ബോധ്യമുള്ളവരവനാണ് ഞാൻ ഒരു ദരിദ്രൻ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുകയാണ് നിന്നോട് പാപം ചെയ്തുകൊണ്ട് ഒരുത്തൻ ആവർത്തിച്ച് ചോദിക്കുന്നത് പോലെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അന്ധനായിട്ടുള്ള ഒരാൾ ഭയപ്പെട്ടുകൊണ്ട് കേടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അതെ നിന്റെ മുമ്പിൽ പിരടികൾ നിരോധിക്കുകവനായിക്കൊണ്ട് നിനക്ക് വേണ്ടി കണ്ണുകൾ കണ്ണീരൊഴിപ്പിച്ചുകൊണ്ട് അവന്റെ ശരീരത്തെ വിരോധിപ്പിക്കൊണ്ട് ഏറ്റവും താഴ്ന്ന അവസ്ഥയായിട്ടുള്ള ഒരുവരെ പോലെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലൊരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ നഷ്ടം പറ്റിയതായിട്ട് നീ എന്നെ ആക്കരുതേ എന്നോട് നീ അതിയായ കൃപയുള്ളവനും കാരുണ്യമുള്ളവനും ആകേണമേ ചോദിക്കപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനെ നൽകുന്നതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനെ എന്നുള്ള ആദ്യത്തെ ഉദ്ധരിച്ചാണ് ഇത് അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീർ ഉദ്ധരിച്ചിട്ടുള്ള ദുആ. മറ്റൊന്ന് അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളത് من حديث عمرو بن شعيب عن أبيه عن جده رضي الله عنه قال كان أكثر دعاء النبي صلى الله عليه وسلم يوم عرفة صلى الله عليه وسلم إلى يوم عرفة دعاء تقبل الناس ومعنى لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إلا الله. هذا أفضل ما قلت أنا ونبينا من قبلي يعني أن نقول لبماري بعضهم ഏറ്റവും أفضل ആയത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നിട്ട് മുഖ്യം പറയാണ് ഈ ഹദീസിന്റെ ഈ പറഞ്ഞ ദുആകളുടെ സംഖ്യകൾ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. പക്ഷെ ദുആന്റെ ഭാഗിലും മറ്റ് ഹദീസുകൾ അതിനെ ശക്തിപ്പെടുത്തുന്നതിനാലും ഈ ഹദീസുകളെ ഈ ദുആകളെ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ചില കിതാബുകൾ പണ്ഡിതന്മാർ സലഫുകൾ പലരും ദുആ ചെയ്ത അറഫയിൽ ദുആ ചെയ്ത ദുആകൾ മാത്രം കൊള്ളിയാണ്. ഇപ്പോ ഇബ്നു ഖുദാമ റഹ്മഹുള്ളാഹിയുടെ വസിയത്ത് ഇബ്നു ഖുദാമ എന്നൊരു കിതാബുണ്ട്. അതിന്റെ പകുതിക്ക് ശേഷമുള്ള ഭാഗത്ത് അറഫയിൽ വെച്ചെല്ലാം ദുആ ചെയ്ത സലഫുകളിൽ പെട്ട ആളുകൾ ദുആ ചെയ്ത പ്രാർത്ഥനകൾ മാത്രം കൊടുത്തിട്ടുള്ള മനോഹരമായ വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനകൾ കൊടുത്തതായി കാണാം. ഇത് ഈ രീതിയിൽ വന്നിട്ടുള്ള ദുആകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. വഹുനാക ഉൻസിലത് അലൈഹി അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത്. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് എന്നാണ് ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും
وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇതാ ഈ ദിവസം നിങ്ങൾക്ക് ഇതാ ഈ ദീനെ പൂർത്തീകരിച്ച് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നൽകുന്നു എന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം മാസത്തിലാണ്. അതിനുശേഷം മുഹറം സഫർ റബീഉൽ അവ്വൽ 2 മാസമാണ് ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം എന്തിറങ്ങിയിട്ടില്ല? ഒരു അഹ്കാം പറഞ്ഞ ഒറ്റ ആയത്ത് ഇറങ്ങിയിട്ടില്ല. ഹുക്ം പഠിപ്പിക്കുന്ന ആയത്തൊന്നും ഇതിനു ശേഷം ഇറങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ആയത്തുകൾ ശേഷം ഇറങ്ങിയതാണെന്ന് അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില ആയത്തുകൾ അതിനുശേഷം ഇറങ്ങിയതാണ് എന്നൊക്കെ. പിന്നെ 281 അതൊക്കെ പിന്നീട് ഇറങ്ങിയതാണെന്ന് ചില അഭിപ്രായങ്ങൾ. എന്നാലും ചില പണ്ഡിതന്മാർ ഇതാണ് അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് ശേഷം ഒരു വിധി ഹലാലും ഹറാമും വേർതിരിക്കുന്ന രീതിയിൽ ഒരു വിധി ഇറങ്ങിയിട്ടില്ല എന്നാണ്. ഈ ആയത്ത് ദീൻ പൂർത്തിയാണ് എന്ന് ഇറങ്ങിയിട്ടുള്ള ആയത്ത് ആ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അറിയിക്കുകയാണ്. അതിനുശേഷവും ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങൾ. അവിടെ ഒരു സഹാബി ആ സമയത്ത് അറഫയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വാഹനം പുറത്ത് വീണ് മരണപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അപ്പൊ ആ സമയത്ത് ചെയ്യാൻ പറഞ്ഞതും അതിൽ നിന്ന് ലഭിക്കുന്ന അഹ്കാമുകളെല്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഈ കിതാബിലെ രീതി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം സീറ പറഞ്ഞുകൊണ്ട് അഹ്കാമുകൾ പഠിപ്പിക്കുന്ന രീതിയാണ്. സാധാരണ കിതാബുകൾ ഒരു ഹുക്ം പറയും, അതിന്റെ ദലീലുകൾ എടുക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് പോലെ ഓരോ സന്ദർഭത്തിൽ അതിന്റെ അഹ്കാമുകൾ പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് കിതാബിന്റെ ഇബാദത്തുകളുടെ വിഷയത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.